ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. കാർഷിക മേഖല, അടിസ്ഥാന സൌകര്യ വികസനം, തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. കർഷകർ, പാവപ്പെട്ടവർ, വനിതകൾ, യുവജനങ്ങൾ എന്നീ 4 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ്. വനിതാ സ്വയം സഹായ സംരംഭങ്ങൾക്കുള്ള വിപണി പ്രവേശം പ്രോത്സാഹിപ്പിക്കും. തൊഴിൽ, നൈപുണ്യ വികസനം, MSME, മധ്യവർഗക്ഷേമം എന്നിവയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. അടിസ്ഥാന സൌകര്യ വികസനത്തിന് 11,11,111 കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്രം വകയിരുത്തി. ഇത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.4%. സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശരഹിത വായ്പ തുടരും. 1.5 ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തി. PM ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. 4.1 കോടി യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി 2 ലക്ഷം കോടി രൂപയുടെ 5 പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി 1.48 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തൊഴിൽ അനുബന്ധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി പ്രധാനമന്ത്രിയുടെ പാക്കേജിലൂടെ 3 പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാകും. 3% പലിശ ഇളവിലാണ് വായ്പ ലഭ്യമാക്കുക. നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിലൂടെ 32.07 ലക്ഷം കോടിയുടെ വായ്പേതര വരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 48.21 ലക്ഷം കോടി രൂപയാണ് ബജറ്റിലെ മൊത്തം ചെലവ്. നികുതി വരുമാനം 25.83 ലക്ഷം കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ധനക്കമ്മി GDPയുടെ 4.9% കണക്കാക്കുന്നത്. അടുത്ത വർഷം ധനക്കമ്മി 4.5% കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി. മൊബൈൽ ഫോൺ, ചാർജറുകൾ തുടങ്ങിയവയുടെ തീരുവ 15% കുറച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവ 6% കുറച്ചു. പ്ലാറ്റിനത്തിന്റെ തീരുവ 6.4% തുണി, തുകലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവയും കുറച്ചു. അതേസമയം പ്ലാസ്റ്റിക്, ഫ്ലെക്സ്, PVC തുടങ്ങിയവയുടെ തീരുവ 10% നിന്ന് 25% ഉയർത്തി. വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള പദ്ധതികൾക്കായി 3 ലക്ഷം കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ 63,000 ഗ്രാമങ്ങളിൽ നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി. വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ തള്ളിയത്. പരീക്ഷ റദ്ദാക്കുന്നത് ന്യായമല്ല. പരീക്ഷ റദ്ദാക്കിയാൽ അത് 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. ഇന്ന് പുറത്തുവന്ന 12 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി 8ാം ദിവസത്തെ തിരച്ചിലും വിഫലം. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരച്ചിലിനുള്ള ബോറിംഗ് യന്ത്രം എത്തിക്കുന്നത് വൈകുന്നതായി കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ അറിയിച്ചു. നാളെ രാവിലെയോടെ യന്ത്രം എത്തിച്ച് നദിക്കരയിൽ തിരച്ചിൽ പുനരാരംഭിക്കും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത നൽകി. ഇന്നും നാളെയും 2 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ നേപ്പാളിന് 179 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. 81 റൺസ് നേടിയ ഷഫാലി വർമ്മയാണ് ടോപ്പ് സ്കോറർ. ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ 13-ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി 19-ന് ഘോഷയാത്രയോടെ സമാപിക്കും. കണ്ണൂർ പിണറായിയിലും മയ്യിലിലും വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. മരങ്ങൾ കടപുഴകുകയും വൈദ്യുതി തൂണുകൾ പൊട്ടിവീഴുകയും ചെയ്തു. കേരള വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും വിതരണം ചെയ്ത വായ്പകളിലെ പിഴപ്പലിശ ഒഴിവാക്കുന്നതിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ കുടിശ്ശിക തീർക്കാനാകാതെ പോയ വായ്പകൾക്കാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇത് ബാധകമാകുന്നത്. 360ഓളം വനിതകൾക്ക് പ്രയോജനം ലഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.